ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി അങ്ങനെ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി. ഈ സമയത്തോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിനാണെങ്കിലും നയനയ്ക്കാണെങ്കിലും ആകെ ടെൻഷനായി. ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നന്ദു കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഓക്സിജൻ മാസ്ക് മറ്റതൊക്കെ വെച്ച് നമ്മുടെ നന്ദു കിടക്കുന്നതിലാണ് തീരുന്നത് കഥ. അവിടുന്ന് തൊട്ടാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. ചെയ്തു കൂട്ടിയതിനും പറഞ്ഞു കൂട്ടിയതിനും ഒക്കെ നമ്മുടെ ജാനകിക്ക്, അതുപോലെ ദേവയാനിക്ക്, ജലജയ്ക്ക് ഒക്കെ അടാറ് ശിക്ഷ കിട്ടുന്ന ഇടിവെട്ട് എപ്പിസോഡാണ് നാളെ വരാൻ പോണത്. മറ്റൊന്നുമല്ല, അർഹതയില്ലാത്തതൊന്നും നിലനിൽക്കില്ല എന്ന് പറയുന്നത് പോലെ അനിയുടെ താലി അനാമികയ്ക്ക് അർഹതപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുകയുമില്ല എന്നുള്ളതിൻ്റെ തെളിവ് നാളത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ നല്ല അടിപൊളിയായിട്ട് വരുന്നു. നന്ദുവിനെ ഹോസ്പിറ്റലിൽ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ നയന അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നയന സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ആദർശ് നയനയെ സമാധാനിപ്പിക്കാം. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മനസ്സിന് ധൈര്യം കൊടുക്കുക, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവൾക്കൊന്നും വരില്ലെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ സമാധാനിപ്പിക്കുക. എന്നാലും എൻ്റെ ആദർശേട്ടാ, അവൾ ഇതുപോലെ ഒരു കടുങ്കൈ ചെയ്ത് കളഞ്ഞല്ലോ എന്ന് ഭർത്താവിനോട് നമ്മുടെ നയന പറയുന്ന സമയത്ത് ഇതിനെല്ലാം കാരണം അനിയാണെന്നും ഒരു പരിധി വരെ നിങ്ങളാണെന്നും പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ആദർശേട്ടാ, ഞങ്ങളുടെ അവസ്ഥ ആദർശേട്ടന് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചപ്പം ശരിയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ശരിയാണ്, അത് ആ ഒരു രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ എന്നെക്കൊണ്ട് കഴിയും. പക്ഷെ അനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങൾ മുമ്പെങ്കിലും അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ പറ്റി എന്നോട് ആത്മാർത്ഥമായി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല. അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ അവന് കിട്ടിയേനെ. അതുമാത്രമല്ല, നന്ദുവിന് ഈ ഒരു ഗതിയും വരില്ലായിരുന്നു. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നന്ദുവും അനിയും തമ്മിലുള്ള ആ ഒരു വിവാഹം നടത്തിയേനെ എന്നുള്ള കാര്യം പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനയുടെ ഒന്നുകൂടി ഒന്ന് പൊള്ളുവാട്ടോ. കാരണം പറയാതെ പോയത് അത് വലിയൊരു അബദ്ധമായി പോയല്ലോ എന്ന് നമ്മുടെ നയന ചിന്തിക്കുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ മണ്ഡപത്തിൽ അനാമികയാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. അനിയുടെ താലി കഴുത്തി കയറി. ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും തനിക്ക് അതൊന്നും ബാധകമല്ല, തന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള അഹംഭാവത്തിൽ നമ്മുടെ ദേവയാനിയുടെയും അതുപോലെ തന്നെ ജലജയുടെയും ജാനകിയുടെ ഒക്കെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ അനാമിക മോളും മരുമകളായതിൻ്റെ സന്തോഷത്തിലാണ് ദേവയാനിയും അതുപോലെ തന്നെ ജാനകിയും ഒക്കെ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വലം വെക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തിരുമേനി പറഞ്ഞു പെണ്ണിൻ്റെ അച്ഛനോട് ചെറുക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ അനാമികയുടെ അച്ഛൻ വേണു ദേ കൈ പിടിച്ചു കൊടുക്കുന്നു. കൈ പിടിച്ചു കൊടുത്ത് ഇവർ വലം വെക്കുക. അതായത് ആ ഒരു സദസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ വലം വെക്കുവാണ്. അങ്ങനെ വലം വെച്ച് നമ്മുടെ അനിയുടെ മുഖത്താണ് ഭയങ്കര സങ്കടമാട്ടോ. അനി ഭയങ്കര സങ്കടത്തിലാണ് പോകുന്നത്. അനാമികയാണെങ്കിലും ഈ ലോകം കീഴ്മേൽ മറിച്ച് അല്ലെങ്കിൽ ലോകം കാൽച്ചുവട്ടിൽ വന്നു എന്നുള്ള അഹങ്കാരത്തോടെയും അങ്ങനെ വലം വെച്ച് വരുന്ന സമയത്ത് ദൈവനിശ്ചയം എന്ന് പറയാമല്ലോ, നമ്മുടെ അനാമികയുടെ കഴുത്തിൽ അനി കെട്ടിയ താലി അഴിഞ്ഞു നിലത്ത് വീണു. നിലത്ത് വീണപ്പോഴേക്കും അയ്യോ എൻ്റെ താലി എന്ന് പറഞ്ഞ് അനാമിക ഒച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ കെട്ടിയ താലി അഴിഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നു. അനാമിക ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഈ സമയത്ത് ഇതൊരു നിമിത്തമായി കണ്ട് നമ്മുടെ പുരോഹിതൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ മനസ്സുകൊണ്ട്, അതായത് അദ്ദേഹം മനസ്സുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്ന് ചിന്തിക്കുകയാണ്. ഒരിക്കലും ഇത് യോജിക്കുന്ന താലി അല്ല എന്നുള്ളത്. കെട്ടുതാലി അഴിഞ്ഞ് വീഴുക എന്നൊക്കെ പറയുന്നത് അതും കെട്ടി സെക്കൻഡുകൾക്കുള്ളിൽ അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു നെഗറ്റീവാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ചിന്തിക്കുക. അപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് കണ്ടവരും കേട്ടവരും എല്ലാം വാ പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ആകെ ടെൻഷനായി. ഈ സമയത്ത് അനാമികയും ആകെ ഇതായിപ്പോയി. വേഗം തന്നെ അപശകുനമാണല്ലോ എന്ന് നമ്മുടെ തിരുമേനി പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് ദേവയാനിയും ജാനകിയും കൂടി വേഗം തന്നെ താലി അനാമികയെ കൊണ്ട് അങ്ങ് എടുപ്പിച്ചിട്ട് മോളതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അത് മോൾ ഈ തറവാട്ടിലേക്ക് മരുമകളായി വരുന്നത് ഇഷ്ടമല്ലാത്തവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുവാണ്. അതും വേറൊന്നുമല്ല, നമ്മുടെ നയനയുടെ തലയിലാണ് കുറ്റം വരുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നവ്യ ചോദിച്ചപ്പം നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കേണ്ട, അനാമികമ്മളുടെ കഴുത്തിൽ താലി കെട്ടിയത് നല്ല മുറുക്കി തന്നെയാണ്, നല്ല പോലെയാവും താലി കെട്ടിയത്. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് അത് നേരെയാക്കാനെന്നുള്ള വ്യാജേന ഒരുത്തി ഇടിച്ച് കയറിയായിരുന്നല്ലോ, അവളാണ് ഈ പണി ഒപ്പിച്ച് വെച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി നയനയുടെ തലയിലേക്ക് കുറ്റം വയ്ക്കുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ജാനകിയും പറഞ്ഞു. അപ്പോൾ നമ്മുടെ നവ്യ പറഞ്ഞു, അതുപോലെ കനകവും പറഞ്ഞു, ഒരിക്കലും ഞങ്ങളുടെ കൊച്ചത് ചെയ്യത്തില്ല, അവൾ ഒരിക്കലും ഇതുപോലൊരു നെറുകേടിന് കൂട്ട് നിൽക്കുകയില്ല എന്ന് പറഞ്ഞു.
ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞാലേ ഈ സദസ്സിന് മുന്നിൽ നീയൊക്കെ നാണം കെടുവെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇവരുടെ മെക്കിട്ട് കയറുക. എന്തായാലും ഈ ഒരു താലി നിലത്തഴിഞ്ഞ് വീണതോടുകൂടി ഇതൊരു വല്ലാത്തൊരു ഇതാണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ വന്നവരും പോയവരും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു നെഗറ്റീവ് വശം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആകെ ടെൻഷനായി. വേഗം തന്നെ അവിടെ പുരോഹിതൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പുരോഹിതൻ ഇതൊക്കെ കണ്ടും കേട്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും അതുപോലെ പുരോഹിതനും ഇങ്ങനെ പരസ്പരം കണ്ടു. ഞാൻ അന്നേ തന്നെ പറഞ്ഞിരുന്നതല്ലേ ഈ വിവാഹം അതൊരിക്കലും യോജിക്കുന്നതൊന്നല്ല, ഇത് ശാശ്വതമായിട്ടുള്ളതൊന്നല്ല, പിന്നെ ആ ഒരു ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാകും കാണും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുരോഹിതൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തിരുമേനിയും അതുപോലെ തന്നെ പുരോഹിതനും കൂടി അവിടെ ഇരുന്നിങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം വേണമല്ലോ. ഈ അഴിഞ്ഞു പോയ താലി ഇനി കഴുത്തി കെട്ടാൻ പറ്റത്തില്ലല്ലോ. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ അനാമികയും അതുപോലെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, എനിക്കതിൽ വിഷമമൊന്നുമില്ല. അനി എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ, ആ താലി ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും കാണേണ്ട കാര്യമില്ല. അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അനിയുടെ ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം അന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. ആ സമയത്ത് നമ്മുടെ അനാമികയുടെ നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തും. അത്രയ്ക്ക് എന്താ പറയുക, പേടിയും വെപ്രാളവും ടെൻഷനും ഒക്കെ കൂടിയാണ് വന്നിരിക്കുന്നത്. കെട്ടിയ താലി അങ്ങനെ തന്നെ അഴിഞ്ഞങ്ങ് പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടി താലി കെട്ടുക അല്ലെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞു പോയി, ഇതൊക്കെ മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമാണ്. ഈ വിവാഹം കഴിഞ്ഞ് അനാമികയ്ക്ക് ഇനി അനന്തപുരിയുടെ മരുമകളായിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അത് ഇനി ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ബന്ധം പിരിഞ്ഞ് അല്ലെങ്കിൽ ഇനി വേറൊരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തുനിന്ന് എന്തൊക്കെ നൂലാമാലകളാണ് വരാൻ പോണേന്നൊന്നും അറിയില്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ. ഇതിനെന്താണ് പ്രതിവിധി അല്ലെങ്കിൽ ആ ഒരു ഇതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇവിടെ ഗൂഢമായ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ഈ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ കണ്ടീഷൻ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി. ഡോക്ടർ വന്ന് ഇവരോട് പറഞ്ഞു. അപ്പം നയനെ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മുങ്ങിയതാണെന്നാണ് അവിടെയുള്ളവർ, അതായത് ജാനകിയും ദേവയാനിയും ജലജയും ഒക്കെ കൂടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നയനയുടെ തലയിലേക്ക് അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുവന്നങ്ങ് ഇട്ടു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. ഈ സമയത്ത് നമ്മുടെ നന്ദുവിന് കുറച്ച് കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് നയനയോടും അതുപോലെ തന്നെ ആദർശനോടും പറഞ്ഞു ഇനിയിപ്പോൾ കയറി കാണാൻ കുഴപ്പമില്ലെന്ന്. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് കയറി കാണാനായിട്ട്. അപ്പോൾ ആദർശ പറഞ്ഞു നയനയോട് കയറി കാണാൻ പറഞ്ഞു. അപ്പോൾ ആദർശനും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി കയറി നമ്മുടെ നന്ദുവിനെ കാണുക. അപ്പോൾ നന്ദു ഇങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുവാണല്ലോ. അപ്പോൾ കയറി ചെന്നു മോളേന്നും പറഞ്ഞു വിളിച്ചു. അപ്പോൾ അതൊക്കെ നന്ദു ഇങ്ങനെ കണ്ണ് തുറക്കുവാണ്. കണ്ണ് തുറന്ന് നമ്മുടെ നയനയെ നോക്കുന്നു. അപ്പോൾ എന്തായാലും നന്ദുവിൻ്റെ കാര്യത്തിൽ ഈശ്വരന്മാരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.